എല്ലാവരും ഒരുപോലെ ഉറ്റുനോക്കുകയാണ് നിമിഷപ്രിയയുടെ മോചനം. ഇനി ഏറ്റവും നിർണായകമായ മണിക്കൂറുകളാണ് മുന്നിൽ. നാളെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. നിർണായക നിമിഷം, എന്നെ രക്ഷിക്കണമെന്ന് ജയിലിൽ നിന്ന് നിമിഷപ്രിയ ഇന്ത്യൻ സർക്കാരിനോട് വൈകാരിക അഭ്യർത്ഥന നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദുമഹദിയുടെ കുടുംബം ആശ്വാസധനം സ്വീകരിച്ച് മാപ്പ് നൽകുക മാത്രമാണ് ഇനി മുന്നിലുള്ള ഏക വഴി. എന്തെങ്കിലും അത്ഭുതം സംഭവിക്കും എന്ന അവസാന പ്രതീക്ഷയോടെ കാത്തിരിപ്പിലാണ് നിമിഷപ്രിയയുടെ കുടുംബവും നാട്ടുകാരും. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിന് ദയാധനം നൽകി ശിക്ഷയിൽ നിന്ന് ഇളവ് നേടുന്നതിനുള്ള ചർച്ച പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് യമൻ സർക്കാരിന് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി അപേക്ഷ നൽകിയിട്ടുമുണ്ട്. നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ കേസിന്റെ തുടക്കം മുതൽ കേന്ദ്ര സർക്കാർ ശ്രമം ആരംഭിച്ചിരുന്നുവെങ്കിലും യമനിൽ തുടരുന്ന ആഭ്യന്തര സംഘർഷങ്ങളും ഹൂതികളുടെ ഭരണവുമാണ് സാധ്യതകൾ സങ്കീർണമാക്കിയത്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ കൂടുതലൊന്നും ചെയ്യാനാകില്ല എന്ന് കേന്ദ്ര സർക്കാർ ഇന്നലെ സുപ്രീം കോടതിയിൽ അറിയിച്ചതോടെ ഇനി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധമുള്ള യമനി പൗരൻ നേരിട്ട് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി അവസാനവട്ട ചർച്ചകൾ നടത്തുന്നത് നേരിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. യമനിലെ പ്രസിദ്ധ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധി ഭരണകൂട പ്രതിനിധികളുമായി ചർച്ച നടത്തിയതായാണ് വിവരം. ഒരു ഷെയ്ഖിന്റെ ഇടപെടൽ നടക്കുന്നതായി കേന്ദ്ര സർക്കാർ ഇന്നലെ സുപ്രീം കോടതിയിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. ദയാധനത്തിന് പകരമായി കുടുംബം മാപ്പ് നൽകി വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും മോചനം നൽകുകയും വേണമെന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ആവശ്യം കുടുംബത്തിന് മുൻപാകെ അവതരിപ്പിച്ചതായി അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ബ്ലഡ് മണി സ്വീകരിച്ച തലാലിന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണം എന്ന് യമനിൽ നടക്കുന്ന ചർച്ചയിലും ആവശ്യമുയർന്നിട്ടുണ്ട്. നോർത്ത് യമനിൽ നടന്ന അടിയന്തര യോഗത്തിൽ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധി ഹബീബ് അബ്ദുറഹ്മാൻ അലി മഷൂർ, യമൻ ഭരണകൂട പ്രതിനിധികൾ, ജിനായത്ത് കോടതി സുപ്രീം ജഡ്ജ്, തലാലിന്റെ സഹോദരൻ, ഗോത്ര തലവന്മാർ എന്നിവരാണ് പങ്കെടുത്തത്. യമനി ശരീഅത്ത് നിയമപ്രകാരം സാധുവായ ബ്ലഡ് മണിയായി $10 ലക്ഷം, അതായത് ഏകദേശം 8.6 കോടി രൂപ നൽകാമെന്ന് നിമിഷയുടെ കുടുംബം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കൊല്ലപ്പെട്ടയാളുടെ കുടുംബം ഈ വാഗ്ദാനം ഇതുവരെ സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്തിട്ടില്ല. യമനി നിയമപ്രകാരം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾക്ക് അവസാന നിമിഷം പോലും കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് മാപ്പ് നൽകാൻ സാധിക്കും എന്നതിനാലാണ് അവസാന മണിക്കൂറിലും നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നത്. പാലക്കാട് ചിറ്റിലഞ്ചേരി സ്വദേശിനിയായ നിമിഷപ്രിയ 2017 മുതൽ യമൻ തലസ്ഥാനമായ സനായിലെ ജയിലിലാണ് കഴിയുന്നത്. നിമിഷപ്രിയയ്ക്ക് കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് സമ്മതിക്കുമ്പോഴും കടുത്ത ചൂഷണങ്ങൾക്കൊടുവിൽ ജീവൻ രക്ഷപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കൊല ചെയ്യേണ്ടി വന്നത് എന്നാണ് കുടുംബത്തിന്റെ വാദം. യമൻ പൗരനായ തലാൽ അബ്ദുൽ മെഹദിയുടെ മാനസിക ശാരീരിക പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായി മെഹദിയെ കൊലപ്പെടുത്തി എന്നതാണ് നിമിഷപ്രിയക്കെതിരെയായുള്ള കേസ്. 2017 ഈ സംഭവം. പുതുതായി തുടങ്ങിയ ക്ലിനിക്കിലെ സാമ്പത്തിക കാര്യങ്ങളിൽ തുടങ്ങിയ തർക്കങ്ങളും മർദ്ദനവും അകൽച്ചയും നിയമ നടപടികളുമാണ് മെഹദിയെ മയക്കുമരുന്ന് കുത്തിവെക്കുന്നതിലേക്ക് എത്തിച്ചത്. തലാൽ നിമിഷപ്രിയയെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് തട്ടിയെടുത്തത്. പാസ്പോർട്ട് പിടിച്ചുവെച്ച് നാട്ടിൽ വിടാതെ പീഡിപ്പിച്ചു. ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കി. തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നിമിഷയുടെ സഹപ്രവർത്തകയായിരുന്ന ഹനാൻ എന്ന യമനി യുവതിയും മെഹദിയുടെ മർദ്ദനത്തിന് നിരന്തരം ഇരയായിരുന്നു. പാസ്പോർട്ട് വീണ്ടെടുത്ത് രക്ഷപ്പെടാനുള്ള മാർഗം നിമിഷയ്ക്ക് പറഞ്ഞുകൊടുത്തതും ഹനാനാണ്. തലാൽ ഒരു കേസിൽ ജയിലിലായിരുന്നപ്പോൾ ഒരു ജയിൽ ഉദ്യോഗസ്ഥനും ഇതേ മാർഗം നിമിഷയ്ക്ക് പറഞ്ഞുകൊടുത്തിരുന്നു. ഇതിനായി തലാലിന് അമിത ഡോസിൽ മരുന്ന് കുത്തിവെക്കുകയായിരുന്നു നിമിഷപ്രിയ. മെഹദിക്ക് ബോധം പോയ നേരം പാസ്പോർട്ടും കണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച് പിടിയിലായി എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത്. എന്നാൽ അനസ്തേഷ്യക്കുള്ള കെറ്റാമൈൻ മരുന്ന് നൽകി മെഹദിയെ മയക്കിയെന്നും ഉണരുന്നില്ല എന്ന് കണ്ടതോടെ ഒപ്പം ജോലി ചെയ്തിരുന്ന യമൻ സ്വദേശിയായ ഹനാനുമായി ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുമാണ് കേസ് ഡയറിയിൽ പറയുന്നത്. മൃതദേഹം നശിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ വന്നപ്പോൾ കഷ്ണങ്ങളാക്കി മുറിച്ച് പ്ലാസ്റ്റിക് കവറുകളിലാക്കിയ ശേഷം വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുകയായിരുന്നു. ശേഷം അവിടെ നിന്നും സ്ഥലം വിട്ട് നിമിഷപ്രിയ 200 കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിൽ ജോലിക്ക് ചേർന്നു. ഇതിനിടെ തലാലിനെ കാണാനില്ല എന്ന ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു.
സംഭവത്തിന് ശേഷം നിമിഷയുടെ ചിത്രം പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അത് തിരിച്ചറിഞ്ഞ് ആശുപത്രി അധികൃതരാണ് പോലീസിനെ വിവരമറിയിച്ചത്. എന്നാൽ മയക്കുമരുന്ന് കുത്തിവെച്ചതിന് ശേഷം സംഭവിച്ചതിനെ കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത്. അറബിയിൽ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ തന്നെ നിർബന്ധിച്ച് ഒപ്പിടിവിക്കുകയായിരുന്നു. കോടതിയിൽ ദ്വിഭാഷിയുടെ സേവനം പോലും നിഷേധിക്കപ്പെട്ടു. സംഭവത്തിന് കൂട്ടുനിന്ന ഹനാന് ജീവപര്യന്തവും തനിക്ക് വധശിക്ഷയും വിധിച്ചത് ന്യായമല്ല, മരിക്കണമെന്ന ഉദ്ദേശത്തോടെയല്ല മരുന്ന് കുത്തിവെച്ചത് തുടങ്ങിയ നിമിഷയുടെ വാദങ്ങളൊന്നും എവിടെയും പരിഗണിക്കപ്പെട്ടില്ല. വിചാരണയ്ക്ക് ശേഷം 2018 യമൻ കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ചു. അപ്പീൽ പോയെങ്കിലും യമനിലെ അപ്പീൽ കോടതിയും വധശിക്ഷ 2020 ശരിവെച്ചു. ശിക്ഷ ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയയുടെ അമ്മ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന യമൻ സർക്കാരിന് നിവേദനം നൽകിയിരുന്നുവെങ്കിലും അതും പരിഗണിച്ചില്ല. തുടർന്ന് നിമിഷപ്രിയ യമനിലെ സുപ്രീം കോടതിയെ സമീപിച്ചു. നിമിഷപ്രിയയുടെ മോചനത്തിനായി കുടുംബം മുട്ടാത്ത വാതിലുകളില്ല. തൊഴിൽ സ്ഥലത്തെ ശാരീരികവും മാനസികവുമായ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു നിമിഷപ്രിയ ശ്രമിച്ചത്. എന്നാൽ പാസ്പോർട്ട് കൈവശപ്പെടുത്തുന്നതടക്കമുള്ള ക്രൂരതകളാണ് യമൻ പൗരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. രക്ഷപ്പെടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അനസ്തേഷ്യ മരുന്ന് കുത്തിവെക്കുകയാണ് ഉണ്ടായത്. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അതിർത്തിയിൽ വെച്ച് നിമിഷപ്രിയ പിടിക്കപ്പെട്ടു. പിന്നീട് യുവാവിന്റെ മൃതദേഹം പല തുണ്ടുകളായാണ് കണ്ടെത്തിയത്. കുറ്റകൃത്യം നിമിഷപ്രിയ ചെയ്തിട്ടില്ല എന്നും അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് എന്നുമാണ് കുടുംബം പറയുന്നത്. കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ഒരു മാധ്യമത്തിന് ജയിലിലൂടെ നൽകിയ വീഡിയോ കോൾ അഭിമുഖത്തിൽ നിമിഷപ്രിയ പറഞ്ഞത് ഇങ്ങനെയാണ്: നിവൃത്തികേടുകൊണ്ടാണ് ഞാൻ ആ ക്രൂരകൃത്യം ചെയ്തത്. അത്രമാത്രം ഞാൻ യാതന അനുഭവിച്ചു. ഭൂമുഖത്ത് ഒരു സ്ത്രീക്കും സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് അയാൾ എന്നെ ഉപദ്രവിച്ചു. മരണത്തിന്റെ വക്കിൽ കൊണ്ടെത്തിച്ചു. എന്റെ പാസ്പോർട്ടും മറ്റും പിടിച്ചു വെച്ചു. എന്റെ സമ്പാദ്യമെല്ലാം കൈക്കലാക്കി. എന്റെ വരുമാനം നിലച്ചു. അയാൾക്കും അയാളുടെ കൂട്ടുകാർക്കും വേണ്ടി പ്രകൃതി വിരുദ്ധ ലൈംഗിക വീഴ്ചയ്ക്ക് പോലും നിർബന്ധിച്ചു. സമ്പൂർണ്ണ ലഹരിക്കടിമയായ അയാളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് നാട്ടിൽ എന്റെ ഭർത്താവിനും കുഞ്ഞിനും അമ്മയ്ക്കും അടുത്ത് എത്തുക എന്നത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. അയാളെ മയക്കിക്കിടത്താൻ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ കടുത്ത ലഹരിക്കടിമയായ അയാൾ അപ്രതീക്ഷിതമായി മരണപ്പെടുകയായിരുന്നു. അയാളുടെ ബോധം കുറച്ചു നേരത്തേക്ക് നശിക്കാനായി മരുന്ന് കുത്തിവെച്ചു എന്നത് മാത്രമാണ് ഞാൻ ചെയ്ത തെറ്റ്. അതോടെ എന്റെ ജീവിതവും ഇങ്ങനെയായി. ഇതായിരുന്നു നിമിഷപ്രിയയുടെ സംഭാഷണം. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കുമോ എന്ന് ഉറ്റുനോക്കുമ്പോൾ തന്നെ ചർച്ചയാകുകയാണ് യമനിലെ ശിക്ഷാ രീതികളും. ഒരു വർഷം ലോകത്തെ ഏറ്റവും അധികം വധശിക്ഷകൾ നടപ്പിലാക്കുന്ന രാജ്യമാണ് യമൻ. മിക്കപ്പോഴും വെടിവെച്ചാണ് ശിക്ഷ നടപ്പാക്കുന്നത്. കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് യമനിൽ സാധാരണ വധശിക്ഷ നടപ്പാക്കുക. ഇതിനൊപ്പം കൊടും കുറ്റകൃത്യങ്ങളുടെ പട്ടികയിലുള്ള വ്യഭിചാരം, മയക്കുമരുന്ന് കിടത്തൽ, കൊള്ള, മരണത്തിലേക്ക് നയിക്കുന്ന സ്വത്ത് നശിപ്പിക്കൽ, രാജ്യദ്രോഹം, കള്ളസാക്ഷി പറയുക എന്നിവയ്ക്കും വധശിക്ഷ നൽകാറുണ്ട്. നാളുകൾ നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് യമനിൽ വധശിക്ഷ നടപ്പാക്കുന്നത്. ഈ സമയം അപ്പീൽ കൊടുക്കാനും കൊലപാതകമാണെങ്കിൽ ബ്ലഡ് മണി നൽകി കേസ് ഒത്തുതീർപ്പാക്കാനും അവസരമുണ്ടാകും. ഒടുവിൽ യമൻ ഭരണാധികാരി ദയാഹർജി തള്ളുന്നതോടെയാണ് വധശിക്ഷ നടപ്പാക്കുന്നത്. നിലവിൽ നിമിഷപ്രിയയുടെ ദയാഹർജി തള്ളിയിരിക്കുകയാണ്. വധശിക്ഷ നടപ്പാക്കാൻ പ്രത്യേക സ്ഥലങ്ങൾ തന്നെയുണ്ട് യമനിൽ. വധശിക്ഷ നടപ്പാക്കുന്ന സ്ഥലത്തേക്ക് കണ്ണുകൾ മൂടിക്കെട്ടി പ്രതിയെ എത്തിക്കും. പ്രതിയുടെ കൈവിലങ്ങുകൾ അഴിച്ചുമാറ്റിയ ശേഷം പുതപ്പോ കാർപ്പറ്റ് വിരിച്ചിട്ടുള്ള തറയിൽ മുഖം കീഴേക്കാക്കി കമഴ്ത്തി കിടത്തും. തുടർന്ന് ആരാച്ചാർ ശിക്ഷ നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് റൈഫിൾ കൊണ്ട് ഒന്നിലധികം തവണ പ്രതിയുടെ മുതുകിൽ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് വെടിവെക്കുകയാണ് ചെയ്യുന്നത്. മരണം ഉറപ്പാക്കിയ ശേഷം ശരീരം സംസ്കാരത്തിനായി വിട്ടു നൽകും. യമനിലെ വധശിക്ഷാ രീതി ഇങ്ങനെയൊക്കെയാണെങ്കിലും നിമിഷപ്രിയയുടെ കാര്യത്തിൽ അതൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവസാന മണിക്കൂറുകളിൽ നിമിഷപ്രിയ വധശിക്ഷയിൽ നിന്നും ഊരി തിരിച്ച് നാട്ടിലെത്തട്ടെ എന്നും നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.